السلام عليكم ورحمة الله. الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأصحاب اليمين ما أصحاب اليمين في صدر مخلود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرا لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا ترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് ഏറെ ഗൗരവത്തോടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 56-ാം അധ്യായമായ സൂറത്തുൽ വാഖിഅയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സാബിഖീങ്ങളെക്കുറിച്ചും ഏറ്റവും ഉന്നതരായ സ്വർഗത്തിൽ വിവിധ തട്ടുകളിലായിരിക്കും ആളുകൾ ഉണ്ടാവുക, അതിലേറ്റവും ഉയർന്ന പദവിയിലുള്ളത് സാബിഖീങ്ങളാണ്. ആ സാബിഖീങ്ങളെക്കുറിച്ചും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെയാണ് മനസ്സിലാക്കിയത്, നാം പഠിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ 27-ാമത്തെ ആയത്ത് മുതൽ 40-ാമത്തെ ആയത്ത് വരെയാണ് നാം പഠിക്കുന്നത്. ഈ ആയത്തുകൾക്കിടയിൽ രണ്ടാമത്തെ വിഭാഗമായ സ്വർഗത്തിന്റെ അഹ്ലുകാരായ സാബിഖീങ്ങളുടെ തൊട്ടു താഴെ നിൽക്കുന്ന അസ്ഹാബുൽ യമീനിനെ കുറിച്ചും അവർക്ക് അള്ളാഹു നൽകുന്ന സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ചുമൊക്കെയാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അസ്ഹാബുൽ യമീനിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ. വഅസ്ഹാബുൽ യമീൻ, വലതുഭാഗക്കാർ, വലതുപക്ഷക്കാർ. മാ അസ്ഹാബുൽ യമീൻ, എന്താണ് ഈ വലതുഭാഗക്കാർ? എന്താണ് ഈ വലതുഭാഗക്കാർ? എന്താണ് അവരുടെ അവസ്ഥ? എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്? എന്താണ് അവർക്ക് ഈ അബ്റാരിയങ്ങളായ ഏറ്റവും ഗുണവാന്മാരായ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമാനങ്ങളുള്ള ഈ അസ്ഹാബുൽ യമീൻ എന്താണവർ? ആരാണവർ എന്ന ആശ്ചര്യത്തോടുകൂടെ ചോദിച്ചിട്ട് അല്ലാഹു തആല അവർക്ക് കിട്ടുന്ന മഹത്വം പറയാം. ഫീ സിദിരിൻ മഖ്ലൂദ്. ഫീ സിദിരിൻ, ഇലന്ത വൃക്ഷത്തിലായിരിക്കും. ഇലന്ത വൃക്ഷത്തിലായിരിക്കും. എന്താണ് ആ ഇലന്ത വൃക്ഷത്തിന്റെ പ്രത്യേകത? മഖ്ലൂദ്, മുള്ള് ഉരിയപ്പെട്ട, മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളിലായിരിക്കും അവർ കഴിഞ്ഞുകൂടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ദുനിയാവിലെ ഇലന്ത മരങ്ങൾ, ദുനിയാവിലെ ഫഇന്ന സിദ്റദ് ദുനിയാ കസീറു ശുക് ഖലീലു സംർ. പരിചയമുള്ള ഇലന്ത മരത്തിന്റെ പ്രത്യേകത മുള്ളുകൾ ധാരാളമായിരിക്കും, ധാരാളം മുള്ളുകളും, എന്നാൽ ഖലീലു സമർ, പഴം കുറവുമായിരിക്കും. അതാണ് ഇവിടത്തെ ഇലന്ത മരത്തിന്റെ പ്രത്യേകത. എന്നാൽ സ്വർഗത്തിലുള്ള, ആഖിറത്തിലുള്ള ഇലന്ത മരമോ അതിന്റെ നേർ വിപരീതമാണ്. അതിൽ മുള്ളുകളില്ല, മുള്ളുകളില്ല. വഫീഹി അസ്സമറുൽ കസീർ, ധാരാളം പഴങ്ങൾ മാത്രമാണുള്ളത്. പഴങ്ങളുടെ ഭാരം കാരണത്താൽ മുള്ളിന് നിൽക്കാൻ പോലും സ്ഥലമില്ല. ആ തരത്തിൽ ധാരാളം പഴങ്ങളാണ് അവിടെ ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതാണ് അല്ലാഹു ഇവിടെ പറഞ്ഞത്, മുള്ള് ഉരിയപ്പെട്ട, മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളിലായിരിക്കും അവർ കഴിഞ്ഞുകൂടുക. ഒന്ന്. രണ്ടാമത്തത് അസ്ഹാബുൽ യമീനിന് കിട്ടുന്നത് വത്വൽഹിൻ മൻദൂദ്. വത്വൽഹിൻ, ത്വൽഹ മരത്തിലുമായിരിക്കും, മൻദൂദ്, അടുക്കി വെക്കപ്പെട്ട ത്വൽഹ മരത്തിലുമായിരിക്കും അവരുണ്ടാവുക എന്നാണ്. അറബി രാജ്യങ്ങളിൽ കാണുന്ന
ഒരു പ്രത്യേകമായ മരമാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പല മുഫസ്സിറുകളും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, പിന്നെ അടുക്കടുക്കായി ധാരാളക്കണക്കിന് അടുക്കടുക്കായുള്ള പിന്നെ എന്തിലാണ് അല്ലാഹു തആല പറഞ്ഞത്? അടുക്കടുക്കായി വെക്കപ്പെട്ട ത്വൽഹ മരത്തിലും വാഴകളിലുമായിരിക്കും അവർ ഉണ്ടാവുക. ധാരാളക്കണക്കിന് അടുക്കടുക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ ധാരാളക്കണക്കിന് പഴം തിങ്ങി നിറഞ്ഞ വാഴവൃക്ഷങ്ങൾ. അതല്ലെങ്കിൽ മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ അറേബ്യയിലുള്ള ഏതോ ഒരു മുൾവൃക്ഷത്തിന്റെ പേരാണ് എന്നും പറയപ്പെടുന്നു. ഏതായിരുന്നാലും ഇഷ്ടം പോലെ പഴങ്ങൾ അവിടെ ഉണ്ടാകും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. രണ്ടാമത്തത്. മൂന്നാമത്തത്, പിന്നെയോ അസ്ഹാബുൽ യമീൻ, ഈ വലതുപക്ഷക്കാരാകുന്ന ആളുകൾ വളില്ലിൻ, തണലിലാണ് ഉണ്ടാവുക. മംദൂദ്, നീട്ടിവെക്കപ്പെട്ട തണലുകളിലായിരിക്കും അവർ ഉണ്ടാവുക. നീട്ടിവെക്കപ്പെട്ട തണലുകളിലായിരിക്കും അവർ ഉണ്ടാവുക. മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം. ഇന്ന ഫിൽ ജന്നതി ഷജറ, സ്വർഗ്ഗത്തിലൊരു മരമുണ്ട്. സ്വർഗ്ഗത്തിലൊരു മരമുണ്ട്. യസീറുർ റാകിബു ഫീ ളില്ലിഹാ മിഅതു ആം, 100 വർഷം ഒരു വാഹന യാത്രക്കാരൻ ആ തണലിലൂടെ, ആ നിഴലിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ, എത്ര വർഷം? മിഅതു ആം, 100 വർഷം. 100 വർഷം സഞ്ചരിച്ചാലും ലാ യഖതഉഹ, ആ തണല് വിട്ടുകൊണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. അത്രയും നീണ്ട, അതാണ് അല്ലാഹു ഇവിടെ പറഞ്ഞ വളില്ലിം മംദൂദ്, നീണ്ട് അതിവിശാലമായി കിടക്കുന്ന തണലിലായിരിക്കും അവർ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ചു തന്നു. വളില്ലിം മംദൂദ്, അതിവിശാലമായി കിടക്കുന്ന തണലിലുമാകും ഉണ്ടാവുക. മൂന്നെണ്ണായില്ലേ? ഇനി നാലാമത്തത്, വമാഇം മസ്കൂബ്, സദാ ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെള്ളം. വെള്ളം മസ്കൂബ്, ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലുമായിരിക്കും അവർ ഉണ്ടാവുക. വ്യത്യസ്തങ്ങളായ നിറങ്ങളിലും വ്യത്യസ്തങ്ങളായ രുചിഭേദങ്ങളിലും ഒക്കെയുള്ള ജലം അവിടെയുണ്ടാവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒരിക്കലും പറ്റാത്ത, കുടിച്ചാലും പിന്നെ ഒരു കുറവ് വരാത്ത, എപ്പോഴും എവിടെയും ലഭിക്കുന്ന തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെള്ളം സംവിധാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. വമാഇം മസ്കൂബ്, സദാ ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എവിടെയും എപ്പോഴും കിട്ടാവുന്ന തരത്തിൽ അവിടെ ജലവുമുണ്ട്. പിന്നെ വഫാകിഹതിൻ കസീറ, ധാരാളമായ പഴവർഗ്ഗങ്ങളും വിവിധങ്ങളായ രുചിയിലും വർണ്ണങ്ങളിലും ഒക്കെയുള്ള ഇഷ്ടപ്പെട്ട തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അവർക്ക് അസ്ഹാബുൽ യമീനിനുണ്ട്. ലാ മഖ്തൂഅതിൻ വലാ മംനൂഅ, ലാ മഖ്തൂഅതിൻ, ഭംഗം വരുത്തപ്പെടാത്ത, വലാ മംനൂഅത്തിൻ, തടസ്സപ്പെടാത്തതും. ഒരിക്കലും കിട്ടാതിരിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല, തടയപ്പെടുകയില്ല, ആഗ്രഹിച്ചത് കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ല. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പഴവർഗ്ഗങ്ങൾ അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. പിന്നെ വഫുറുഷിൻ മർഫൂഅ, വഫുറുഷിൻ, വിരിപ്പുകളുണ്ട്. മർഫൂഅത്തിൻ, ഉയർന്ന തരത്തിലുള്ള, നല്ല വില കൂടിയ ഉയർന്ന തരത്തിലുള്ള, ലോക്കൽ സാധനങ്ങളൊന്നുമല്ല, ഉയർന്ന തരത്തിലുള്ള വിരിപ്പുകളിലുമായിരിക്കും അസ്ഹാബുൽ യമീൻ അവിടെ കഴിയുക, അവർ കഴിഞ്ഞുകൂടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. ഒരിക്കലും പിന്നെ വെയിലോ അതല്ലെങ്കിൽ ചൂടുകളോ പ്രയാസങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവുകയില്ല. അത്രത്തോളം സന്തോഷകരമായിരിക്കും അവർക്കുണ്ടാവുക. നമ്മുടെ നാടുകളിലൊക്കെയുള്ള പഴങ്ങൾ ഏതെങ്കിലും ചില കാലങ്ങളിലെ ചില പഴങ്ങൾ ഉണ്ടാവുകയുള്ളൂ, അല്ലെ? ചില കാലങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അവിടെ സ്വർഗത്തിലെത്തിയാൽ ആ സ്വർഗത്തിലെ പഴങ്ങൾ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, ഒരിക്കലും അത് മുടക്കം വരികയില്ല, ഒരിക്കലും കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ല. ആ തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഉന്നത നിലവാരത്തിലുള്ള ഉയർന്ന വിരിപ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖാഡംബരങ്ങളിലൂടെ ആനന്ദങ്ങളിലും ആഹ്ലാദങ്ങളിലും കഴിയുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, വളരെ ആനന്ദത്തിലും ആഹ്ലാദത്തിലും സുഖാഡംബരങ്ങളിലും കഴിയുന്ന അസ്ഹാബുൽ യമീനുകളുടെ ഇണകളെ കുറിച്ച്, അവരുടെ തുണകളെ കുറിച്ചാണ് അല്ലാഹു 35-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. ഇന്നാ, തീർച്ചയായും നമ്മൾ, അല്ലാഹു പറയാ, ഇന്നാ, തീർച്ചയായും നാം, അൻശഅനാഹുന്ന, അവരെ നാം വളർത്തിയിരിക്കുന്നു.
അവരെ നാം വളർത്തിയിരിക്കുന്നു ഇൻഷാ അൻ, ഒരു വളർത്തൽ, ഒരു പ്രത്യേകമായ തരത്തിൽ അവരെ ഒരു ഉണ്ടാക്കൽ നാം അവരെ ഉണ്ടാക്കിയിരിക്കുന്നു. ഹുർലിങ്ങളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഫജഅൽനാഹുന്ന അബ്കാറാ, നിശ്ചയമായും ആ സ്ത്രീകളെ നാം ഒരു പ്രത്യേക തരം ഉണ്ടാക്കലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫജഅൽനാഹുന്ന, തീർച്ചയായും അവരെ നാം ആക്കുകയും ചെയ്തു. അബ്കാറ, കന്യകകളാണവർ, അവർ കന്യകകളായിരിക്കും അവിടെയുള്ള സ്വർഗത്തിലുള്ള സ്ത്രീകൾ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. പിന്നെ ഉറുബൻ അതുറാബാ, അവര് നല്ല സ്നേഹിക്കാൻ പറ്റിയവരും നല്ല സ്നേഹമുള്ളവരായിരിക്കും, വഞ്ചിക്കുന്നവരല്ല, സ്നേഹം നടിക്കുന്നവരല്ല, മറിച്ച് കൃത്യമായ സ്നേഹപാത്രങ്ങളായിരിക്കും അവർ. പിന്നെയോ അതുറാബ, തുല്യ പ്രായക്കാരായിരിക്കും, ആണും പെണ്ണുമെല്ലാം തുല്യ പ്രായക്കാരായിരിക്കും. അവിടെ വയസ്സായ ഒരു പ്രയാസം ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നത് ലി അസ്ഹാബിൽ യമീൻ, ഇതെല്ലാം അല്ലാഹു ആർക്കാ സംവിധാനിച്ചിട്ടുള്ളത്? ലി അസ്ഹാബിൽ യമീൻ, വലതുഭാഗക്കാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം. ലി അസ്ഹാബിൽ യമീൻ, വലതുഭാഗക്കാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്, അവിടെ സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമുക്ക് കാണാം, ഒരു ദിവസം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട പ്രവാചകന്റെ അരികിലേക്ക് കിഴവിയായ ഒരു ഉമ്മാമ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ സ്വർഗത്തിലെത്തണം എനിക്ക്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് സ്വർഗത്തിലെത്തണം, ആ സ്വർഗത്തിലെത്തുന്ന ആളുകളിൽ ഞാൻ ഉൾപ്പെടാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രവാചകരെ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആരാ പറയണത്? ഒരു ഉമ്മാമ, കിഴവിയായ ഒരു ഉമ്മ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമ്മാമയോട് തമാശയിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗത്തിൽ കിഴവികൾ പ്രവേശിക്കുകയില്ല, കിഴവികളൊന്നും എവിടെ പ്രവേശിക്കുകയില്ല? സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വർത്തമാനം കേട്ട് ഗൗരവത്തോടെ കരഞ്ഞുകൊണ്ട് ആ സഹോദരി മടങ്ങിപ്പോയി. ആ പോയ സഹോദരിയെ അള്ളാഹുവിന്റെ റസൂല് തിരിച്ചു വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞത് കിഴവിയായ നിലയിൽ അവരൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവിടെ എത്തിയാൽ എല്ലാവരും യുവതികളായിരിക്കും, നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പ് മാറാത്ത ചെറുപ്പക്കാരികളായിരിക്കും ആ സ്വർഗത്തിലെത്തിയാൽ എല്ലാവരും ഉണ്ടാവുക, എല്ലാ സ്ത്രീകളും ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയോട് പറയുവാൻ സ്വഹാബികളെ പറഞ്ഞയച്ചതായും ഈ ഹദീസ്, ഈ ആയത്ത് ആ ഉമ്മാക്ക് ഓതിക്കൊടുക്കാൻ പറഞ്ഞതുമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. ഏതായിരുന്നാലും ഈ അനുഗ്രഹങ്ങളെല്ലാം ആർക്കാണ് ഉണ്ടാവുക? ലി അസ്ഹാബിൽ യമീൻ, വലതുപക്ഷക്കാരാകുന്ന ആളുകൾക്കാണ്. അതിനെന്ത് വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ? അതിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ ആ അസ്ഹാബിൽ യമീനിന് റഹ്മാനായ റബ്ബ് സ്വർഗത്തിൽ ഒരുക്കി വെച്ച ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന് വഴിപ്പെട്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിനനുസരിച്ച് കൊണ്ട് ജീവിക്കുക, ചിട്ടപ്പെടുത്തുക, എങ്കിലേ ആ സ്വർഗം കിട്ടുകയുള്ളൂ. അല്ലാതെ വെറുതെ കിട്ടുന്നതല്ല. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ട്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, മുൻഗാമികളാകുന്ന ആളുകൾ സഹിച്ച ത്യാഗങ്ങളും പരിശ്രമങ്ങളൊന്നുമില്ലാതെ വെറുതെ ചുളിവിലൂടെ സ്വർഗത്തിലേക്ക് അങ്ങ് പോകാം എന്നാണോ അം ഹസിബത്തും നിങ്ങൾ വിചാരിക്കുന്നത്? ഇല്ല, വെറുതെ സ്വർഗത്തിലെത്താൻ കഴിയില്ല. പണിയെടുക്കണം, അധ്വാനിക്കണം. അള്ളാഹു നൽകിയിട്ടുള്ള അവസരം ആ സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ലി അസ്ഹാബിൽ യമീൻ, വലതുഭാഗക്കാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്, ഞാൻ സംവിധാനിച്ചിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പറയുന്നു. സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. അസ്ഹാബുൽ യമീനിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പിന്നീട് പറയുന്നത്, അസുല്ലത്തുൻ, ഒരു കൂട്ടം ഉണ്ടാകും, മിനൽ അവ്വലീന, ആദ്യത്തവരിൽ നിന്ന് ഒരു വലിയ കൂട്ടം ഈ അസ്ഹാബുൽ യമീനിൽ ഉണ്ടാകും. ഈ വലതുപക്ഷക്കാരാകുന്ന ഈ സ്വർഗക്കാരിൽ ആദ്യത്തവരിൽ നിന്ന് വലിയ കൂട്ടവും, വസുല്ലത്തും മിനൽ ആഖിരീൻ, പിന്നീടുള്ളവരിൽ നിന്ന് വലിയ ഒരു കൂട്ടവും ഉണ്ടായിരിക്കും. അസ്ഹാബുൽ യമീനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, ആദ്യത്തവരിൽ നിന്നും വലിയ കൂട്ടമാണ്, പിന്നീടുള്ളവരിൽ നിന്നും വലിയ കൂട്ടമാണ്. എന്നാൽ സാബിഖീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴോ അല്ലാഹു തആല പറഞ്ഞത് വഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ നിന്ന് പിന്നീടുള്ളവരിൽ വലിയ ചെറിയ ഒരു കക്ഷി മാത്രമാണ്, കുറഞ്ഞവർ മാത്രമേ സാബിഖീങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇവിടെ അസ്ഹാബുൽ യമീനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് സുല്ലത്തും മിനൽ അവ്വലീന, ആദ്യത്തവരിൽ നിന്നും വലിയ കൂട്ടമാണ് അതിൽ ഉണ്ടാവുക, പിന്നീടുള്ളവരിൽ നിന്നും വലിയ കൂട്ടമാണ് അവിടെ ഉണ്ടാവുക എന്നതാണ്. നമ്മൾ അവിടെ വിശദീകരിച്ചതുപോലെ ഈ ആദ്യത്തവർ എന്നതുകൊണ്ട് രണ്ട് വിവക്ഷയാണുള്ളത്. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള പ്രവാചകന്മാരും സത്യവിശ്വാസികളും,
സത്യവിശ്വാസികളും, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടക്കാരാകുന്ന സ്വഹാബത്തും താബിഈങ്ങളും അടക്കമുള്ള ആദ്യ കാലഘട്ടക്കാർ, അവരിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ ഈ അസ്ഹാബുൽ യമീനിൽ നല്ല ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും. വസുല്ലത്തു മിനൽ ആഖിരീന, പിന്നീടുള്ളവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന പിൽക്കാലക്കാരാകുന്ന ആളുകളിൽ നിന്ന് കുറച്ചൊന്നുമല്ല അസ്ഹാബുൽ യമീനിൽ ഉണ്ടാവുക, വലിയ ഒരു കൂട്ടം തന്നെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുവാൻ ആത്മാർത്ഥമായി അധ്വാനിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ആ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സന്തോഷത്തോടെ ആഹ്ലാദത്തോടുകൂടെ അള്ളാഹുവിന്റെ ആ സ്വർഗത്തിൽ ഒത്തുചേരുവാൻ കണ്ണികളാകുവാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ സന്താനങ്ങൾ, നമ്മെ സ്നേഹിച്ചവർ, നമ്മുടെ ഖുർആൻ പഠിതാക്കൾ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ യമീനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.